സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഹൊറർ ടെയിൽ പാർട്ട് 3 ആണിത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ എപ്പിസോഡിൽ ഇവിടെ വെച്ചാണ് മൈൻഡപ്പ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇനി കിട്ടാനുള്ള വെച്ചാൽ ബാറ്ററി, റോപ്പ്, നെയിൽ, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോയി കൊടുത്താണ്. അപ്പോൾ നെയിൽ നമുക്ക് ഓൾറെഡി അറിയാം, കിഡ്നാപ്പറിൻ്റെ വീട്ടിലുണ്ടത്. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോയിട്ട് ഇനി കുറച്ച് സെർച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് വരില്ല. അപ്പോൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ട് എന്തെങ്കിലും സബ് ചെയ്യുക, സബ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളെന്തെങ്കിലും ഇതുകൂടെ സെർച്ച് ചെയ്ത് നമ്മൾ ഈ വീഡിയോ ഒന്ന് നോക്കട്ടെ. ഈ വീട്ടിൽ എന്തൊക്കെയോ നമ്മളിതെന്തെങ്കിലും ഈ വീട് എന്തൊക്കെയോ ലോക്കഡാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു സ്കൂളിലോട്ട് പോവാം. സ്കൂളിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഏണി പൊക്കത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ കളിയെന്ന് അറിയില്ല. അപ്പോൾ ഏണി നമുക്ക് എന്തെങ്കിലും അടിയിലായിട്ട് ഇടണം. അപ്പോൾ ഞാൻ നിങ്ങളെന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ആക്കടിപ്പിക്കുക. അതാണ് ഞാൻ ചെറിയ പോർഷൻസൊക്കെ ഞാൻ സ്പീഡ് കൂട്ടി കളയാനാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ കണ്ടതാണല്ലോ. പിന്നെ 2 എപ്പിസോഡ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഫാസ്റ്റായി കളയണം. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഇവിടെ സെർച്ച് കുറച്ച് ചെയ്ത് നോക്കാനുണ്ട്. അവിടെ നമ്മൾ അതിൻ്റെ മുമ്പിലായിട്ട് എന്താണ്ട് ഒരു മിന്നണ പോലെ തോന്നി. ഇതെന്താണ് റിമോട്ട് കൺട്രോൾ എന്തിനായിരിക്കും കൈസ്? ഇതുവരെ നമുക്കറിയില്ല റിമോട്ട് കൺട്രോൾ. ഈ റിമോട്ട് കൺട്രോളിൽ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് ഇനി ബാറ്ററി എടുക്കേണ്ടേ അറിയില്ല. നമുക്ക് അതിന് മുന്നേ നമുക്ക് ഈ ഏണിയുടെ അതാണ് നമുക്ക് ആദ്യം നോക്കണം. നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏണിയുടെ അത് അവിടെ ഒരു ബാസ്കറ്റ് കോർട്ട് ഉണ്ടായിരുന്നല്ലോ. ബാസ്കറ്റ് കോർട്ടിനകത്ത് ബാസ്കറ്റ് ബോൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബാസ്കറ്റ് ബോൾ കൊണ്ട് നമുക്കൊന്ന് ത്രോ ചെയ്ത് നോക്കാം. ഗൈസ് പെട്ട് ഗൈസ് ദേ ഇപ്പം പാളിയേനാ ഗൈസ്. ഇപ്പോൾ കനത്തിന് പണി പാളിയാണ്. ഇപ്പം ഞാൻ അവൻ്റെ വായിലായിട്ട് കയറി ചെന്നേനെ. ഞാൻ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഓടിത്തള്ളാൻ പോകണം. ഓടിത്തള്ളിയിട്ട് നേരെ ബാസ്കറ്റ് ബോൾ എടുക്കുക. നമുക്ക് എന്തെങ്കിലും ഇത് അവനെ എറിഞ്ഞു നോക്കാട്ടെ. നമുക്ക് ആ കല്ലും കൊണ്ട് എറിഞ്ഞാൽ എന്തെങ്കിലും ഇവനോട് പറ്റുമായിരുന്നു. അപ്പോൾ ഈ ബാസ്കറ്റ് ബോൾ കൊണ്ട് എറിഞ്ഞു നോക്കുക. എന്തെങ്കിലും കിട്ടി, ഇല്ലെങ്കിൽ കുട്ടി, അല്ലെങ്കിൽ നമ്മൾ തേഞ്ഞ്. ദേ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ബാസ്കറ്റ് ബോളും കൊണ്ട് നേരെ നമുക്ക് എന്തെങ്കിലും നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങളും മാത്രമേ മതി. ഇനി റോപ്പും നെയിലും കൂടിയാണ് നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ടത്. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാഡർ അടിയിലിട്ടൊന്നും നമുക്ക് എന്തെങ്കിലും പൊക്കത്തിട്ട് കയറി നോക്കി. ഇതിൻ്റെ പൊക്കത്തിട്ട് കയറാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നും ഇവിടെ കാണാറില്ല. പിന്നെ പ്ലാങ്ക് അപ്പുറത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ പാളി ഗൈസ് അവൻ എങ്ങനെയാണ്ട് ലക്കിൽ നമ്മൾ വെട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊക്കത്തേട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് കഴിച്ചിട്ട് കാണിക്കുന്നുണ്ട് റോപ്പ് വിത്ത്. നമുക്ക് ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വേണമെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു കത്തി ഇരിപ്പുണ്ട്, നൈഫ് എടുത്ത് നമുക്ക് എന്തെങ്കിലും അത് കട്ട് ചെയ്യാം. അതിന് നമുക്കിനി മെയിൻലി 2 സാധനങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ റോപ്പ് കിട്ടി. ഇനി നെയിലും ബാറ്ററിയാണ് വേണ്ടത്. നെയിൽ നമുക്ക് ഓൾറെഡി അറിയാം, റാബിറ്റ് കിഡ്നാപ്പറിൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ പൂട്ടിയിട്ടതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററിയാണ്. ബാറ്ററി നമുക്കൊരു റിമോട്ട് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്കത് എന്തെങ്കിലും നോക്കാം. ഇതിൻ്റെ ഇവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഗൈസ് നമുക്ക് ഇവിടുന്ന് റോപ്പ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇനി 2 സാധനങ്ങൾ മതി. നമുക്ക് എന്തെങ്കിലും ഇനി ഇത് കൊണ്ടുപോയി കൊടുക്കാം. ഗൈസ് ഞാനപ്പോൾ കുറേ നേരം ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കാപ്പാടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോബാറും ഈ സ്ക്രൂ ഡ്രൈവറും പിന്നെ റിമോട്ട് കൺട്രോള് അതും മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ. വേറെ ഒന്നുമില്ല നമുക്ക്. അപ്പം ഞാൻ കുറേ നേരം സെർച്ചിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ക്രോബാറും കൊണ്ട് നമ്മുടെ ഈ ലെയറിൻ്റെ ഈ വീടിൻ്റെ ഒരു കീ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതും കൊണ്ട് കുത്തി പൊളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൂടി സെർച്ച് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം. ദേ ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നേരം സെർച്ച് ചെയ്താൽ ഇത് അണ്ടർഗ്രൗണ്ടാണ്. എൻ്റെ വീട്ടിൽ ഞാൻ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്തായാലും കളി ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെ അവൻ വന്നിട്ടുണ്ട്. അവരുടെ ശബ്ദം എന്തെങ്കിലും എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. മിക്കവാറും പണി പാളി. എനിക്കാണെങ്കിൽ വഴി അറിയില്ല. ഇത് എങ്ങനെയൊക്കെ പോകണമെന്ന് തന്നെ യാതൊരു പിടുത്തമില്ല. എന്തെങ്കിലും നേരെ എന്തെങ്കിലും പോയി നോക്കാം. എന്തെങ്കിലും അവൻ്റെ ശബ്ദം അടുത്തടുത്തായിട്ട് എനിക്ക് തോന്നിയ കാര്യമായിരുന്നു. അവൻ പിടിക്കുന്നതായിരുന്നു. ബാപ്പ നമുക്കൊപ്പം തന്നെ ഇറങ്ങിയിട്ട് പിന്നെ പതിയോണ്ട് കയറി വന്നാൽ മതിയായിരുന്നു. നമുക്കിനി ഒറ്റ ലൈഫ് കൂടി ഉള്ളൂ. ഞാൻ ഒന്നുകൂടിയും വന്നിട്ടുണ്ട്. 2ഉം കൽപ്പിച്ചിട്ട് ധൈര്യം ഫുൾ സംഭരിച്ച്. അവൻ എൻ്റെ അടുത്ത് തന്നെയാണ്. അവനെ ഞാൻ കുറേ പ്രാവശ്യം പറ്റിക്കാൻ വേണ്ടി നോക്കി. നടക്കണ കേസല്ല. നമുക്ക് എന്തൊക്കെയും 2 കൽപ്പിച്ച് കയറി നോക്കാം. ഇവിടെ കുറേ വഴിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റും ലെഫ്റ്റ്. നമുക്ക് എന്തെങ്കിലും ഈ ലെഫ്റ്റ് ആദ്യം എടുത്ത് നോക്കാം. നമുക്ക് നേരെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ റൈറ്റാണ് നേരത്തെ എടുത്തത്. നമുക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും ലെഫ്റ്റ് എടുത്ത് നോക്കാം. വേണ്ട റൈറ്റ് തന്നെ എടുക്കാം നേരത്തെ ഗൈസ്. പിന്നെ പണി പാളി. മര്യാദക്ക് ലെഫ്റ്റ് എടുത്താൽ നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കാം. അവൻ എന്തെങ്കിലും ഇവിടെ കളിപ്പിക്കാൻ പറ്റുന്നേക്കാം. ഇവിടുന്ന് നേരെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് വേറൊരു റൈറ്റ് ലെഫ്റ്റ് ഇട്ട് വഴി എങ്ങനെയാണെന്ന് എനിക്ക് സത്യം പറയാൻ ഒരു മനസ്സിലാവണമില്ല. നമുക്ക് എന്തെങ്കിലും നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതിന് പിടുത്തില്ല. ഒരു ക്രോബാർ എടുപ്പുണ്ട്. നമ്മളതിനായിട്ട് ക്രോബാർ നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ വെച്ചാണ് പിടിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കല്ല പോകേണ്ടത്. ഇവിടെ വേറൊരു ഡോർ ഉണ്ടല്ലോ. ഇത് ലോക്കഡാണ്. ഇവിടെ
ഇത് നമ്മൾ പണി പാളി. ഇവിടെ ഇനി വേദന കീ വരെ വേണ്ട വരോ അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിൽക്കുന്ന അവൻ്റെ ശബ്ദം എന്തെങ്കിലും നല്ല രീതിയിൽ അവൻ്റെ ശബ്ദം നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് സൈഡ് എടുത്ത് എനിക്ക് എന്തെങ്കിലും വഴി എന്തെങ്കിലും ഒഴിപ്പിടുത്തവും കിട്ടുള്ളൂ. ഇത് വന്ന വഴിയാണ് വന്നതിനൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ഈ വന്ന വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണത്. നമുക്കെന്തെങ്കിലും ഇവിടുന്ന് റൈറ്റ് എടുക്കാം, ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റ് പിടിക്കണോ? ഇത് നമ്മൾ വന്ന വഴി തന്നെ പിന്നെയും തിരിച്ച് കറങ്ങി വന്നിട്ടുണ്ട്. കുറച്ചധികം നേരത്തെ സമയത്തിന് ശേഷമാണ് ഈ വഴി അങ്ങോട്ട് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തോട്ട് പോയിട്ട് ഒന്നുകൂടി കയറിയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് കുറേ നേരം ശ്രമിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് കയറിയത്. കാരണം വെച്ചാൽ ഇത് ആദ്യം നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ പോയിട്ട് ഏതാണ്ട് റൈറ്റ് എടുത്തപ്പോഴാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറി. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കയറിയപ്പോൾ വേഗം കയറിയപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് കയറി. ഏതാണ്ട് ലക്കിന് കയറിയതാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും നെയിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ഗൈസ് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സബ്ബാണ് എനിക്ക് ഏറ്റവും വലിയത്. അപ്പോൾ നമ്മളൊക്കെ ഇതെല്ലാം കുറേ നേരത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഞാൻ ഫുള്ള് വേറെ കാലത്ത് കുറേ സ്ഥലത്ത് സെർച്ച് ചെയ്ത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് പുറത്തായിട്ട് നോക്കാൻ പറ്റിയൊരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്താണ്ടൊരു കളിയുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നൊരു പോയി നോക്കാം അവിടെ എന്താ സംഭവം. ഇവിടെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അവൻ വന്ന് നിൽപ്പുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് ഒന്ന് കയറി വരാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തെങ്കിലും ഇവിടെ നോക്കാം. ഇവിടെ എന്താ കളിന്ന് ഇതിട്ടും മനസ്സിലായിട്ടില്ല. അവിടെ ഒരു ടോയ് കാർ ഇരിക്കുന്നുണ്ട്. ടോയ് കാർ അല്ലാണ്ട് പിന്നെ വേറൊന്നും ഞാനിവിടെ കാണാനുള്ള വേറെ ബാറ്ററി കാർ എനിക്ക് മനസ്സിലായി. ഇവൻ തന്നെ ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലായി. നമ്മുടെ കാറിൻ്റെ അകത്താണ് ബാറ്ററി ഇരിക്കുന്നത്. ഗൈസ് ഞാൻ എന്ത് പൊട്ടനായിരുന്നില്ല ഗൈസ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഗൈസ്. എൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ ഇതുണ്ടായിരുന്നില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇതുവരെ എടുത്ത് ആ കാര്യം ചിന്തിച്ചില്ല. നമുക്കെന്തെങ്കിലും നോക്കാം, ഉറപ്പില്ല. എൻ്റെ ഒരു നിഗമനം മാത്രമാണ് ഗൈസ്. എനിക്ക് തോന്നിയ കാര്യം വരുന്നത് ഇത് നിഗമനം കറക്റ്റാണ്. എന്തൊക്കെയും ഇത് അതിനുള്ളത് തന്നെയാണ്. അപ്പം എന്തെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണത് എന്താ വൈകിട്ട് കുറച്ച് വലിയ കുറവായിട്ടാണ് ഗൈസ്. വഴി അറിയില്ലെന്നെങ്കിൽ നമുക്ക് പോയങ്ങോട്ട് നോക്കാം. വളയ്ക്കാം. എനിക്കൊന്ന് പലകകൾ ഫോളോ ചെയ്യണമെന്നൊന്നും എല്ലാ പലകളും ചാടി തോന്നണം. ബാക്കിലേക്ക് എടുക്കണം. വണ്ടിയൊന്ന് യൂസ് എടുക്കണം. കുറച്ച് ഉള്ളിലേക്ക് ചാടിപ്പോകാൻ എന്താ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ചാടിച്ച് നോക്കണം. വേണ്ട സമയമില്ല. ബോറടിപ്പിക്കണ്ട. ഞാനൊന്നും വണ്ടി നക്കര എത്തിക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പോൾ വണ്ടി നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പിക്കിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ നേരെ പോകുമ്പോൾ പിന്നെ നമ്മൾ ഗെയിമിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ഹോൾ വഴി അപ്പുറത്ത് ഇത് ഏത് വഴിയാണെന്നൊരു പിടുത്തമില്ല. നമുക്ക് എന്തെങ്കിലും നോക്കാം. നമുക്ക് എന്തെങ്കിലും ആദ്യം അവിടെ വന്നിരിപ്പുണ്ട് കാർ ഏതെങ്കിലും. നമുക്ക് എന്തെങ്കിലും നേരെ പോയിട്ട് കാറിൻ്റെ അടുത്തോട്ട് പോവാം. നമുക്ക് ഇനി കാറിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ബാറ്ററി കിട്ടണേ. നമുക്കിനി വേറെ ഒന്നും കിട്ടാനില്ല. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി മാത്രം മതി. ഇതിൻ്റെ നമുക്കിനി അപ്പോൾ ഒറ്റ ലൈഫുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അണ്ണൻ വന്ന് പിടിച്ചാൽ നമ്മുടെ പണി പാളും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതിൻ്റെ അവിടെ നിൽപ്പുണ്ട് അവൻ. നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ അവൻ പോയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ നമ്മളില്ല. നമുക്ക് എന്തെങ്കിലും റിസ്ക് സാപ്പിടുന്ന മാതിരിയാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഈ വഴി അങ്ങ് നേരെ കറങ്ങി അങ്ങോട്ട് പോകട്ടെ. എന്തെങ്കിലും കുറച്ച് അടിച്ചാലേ. കാരണം നിങ്ങൾക്ക് വെറുതെ ഇതാകും. നമ്മൾ കാർ മറിച്ചിടണം. ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. നമ്മുടെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവർ ഇപ്പോഴല്ലേ. അത് എന്തെങ്കിലും ഈ കാറിന് വേണ്ടിയിട്ടായിരുന്നു. ഞാനും വിചാരിച്ചത് എന്തിനാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ തന്നേക്കണേന്ന്. കാരണം നമുക്ക് ബാറ്ററി ഇടിക്കാൻ പിന്നെ കാര്യമില്ലല്ലോ. എന്തെങ്കിലും സ്കൂട്ടറിൻ്റെ ഉപയോഗം മനസ്സിലായതെങ്കിൽ ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ നമുക്ക് ട്രീ ഹൗസിലോട്ട് കൊണ്ടുപോയിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അവരെന്താ പറയണത് നമുക്ക് നോക്കാം. എന്നാ മോനെ ബാറ്ററി എല്ലാം റെഡി ആയിട്ടുണ്ട്. ബൈനോക്കുലർ നമുക്ക് ലോങ്ങിലായാലും വന്നിട്ടുണ്ടെങ്കിൽ അവർ നോക്കാൻ വേണ്ടി നമുക്ക് ബൈനോക്കുലർ ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കാനായിരിക്കും. ക്യാനും റോപ്പും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തട്ടി ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നെയിലും ഹാമറും വെച്ച് നമ്മളിത് എന്തെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. Yes, you considered everything, Harry. Well done. Come on, let's go to bed now. I'm really tired. നല്ല ടയേർഡാണ്. പിന്നെ നമ്മളെ കൊണ്ട് അവിടെ കൊണ്ട് ഓടി സാധനങ്ങൾ എടുത്തിരുന്ന നമ്മളാരായിപ്പ അവൻ ടയേർഡാണെന്ന്. നമുക്ക് എന്തെങ്കിലും പോയി കിടന്നുറങ്ങാം. നാളെ മോർണിംഗ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ഇപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. സബ് ചെയ്തിരിക്കരുത്, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും പോകാനില്ല ഗൈസ്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഗൈസ് മച്ചാമാരെ പണിപ്പാളി ഇതേ അവനെ കാണല്ല കേട്ടാ. അവനാ നമ്മുടെ അണ്ണൻ തൂക്കിയെന്ന് തോന്നണ്. അവനെ തൂക്കി കൺഫേം തൂക്കി. ഇതേ ഒക്കെ പൊട്ടിച്ചിട്ടേക്കാണ്. നമ്മുടെ മച്ചാൻ അവൻ എന്തെങ്കിലും തൂക്കിന് പോയിട്ട് എന്തെങ്കിലും. അപ്പോൾ നമുക്കിപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ഇനി കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും താഴ്ത്തിയിട്ട് ഇറങ്ങി നോക്കാം. ഇനി മിക്കവാറും അവനെ രക്ഷിക്കണം. ചിലപ്പോൾ 2-ലായിരിക്കും ഇതൊക്കെ കണ്ട്. ഇതൊക്കെ ഫുള്ള് പോയി കിടക്കണേണ്ട ഇവിടെ. നമുക്ക് എന്തൊക്കെയും ഫ്രണ്ടിലായിട്ട് പോയി നമ്മുടെ സൈക്കിളിനാണ് ഇവിടെ 2 സൈഡും നമ്മൾ ട്രാപ്പ് സെറ്റ് ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അവൻ എന്താണ് നമ്മളെ തൂക്കാണ്ടിരുന്നതാണ്, അവനെ തൂക്കിക്കൊണ്ട് എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെന്തെങ്കിലും സേഫാണ്. നമുക്ക് എന്തൊക്കെയും ഇവിടെ ഒരു കോടാലിരിപ്പുണ്ട്, ആക്സ്. ഓ ഇത് അവൻ്റെ ആക്സാന്ന് നോക്കണ്ട. ഇവിടെ വേറെ എന്താണ്ട് ചെറിയൊരു ഇതിരിപ്പുണ്ട്. നമ്മുടെ സമന്ത സ്റ്റോൺ 12 വയസ്സ് ഫീമെയിൽ ബ്ലാക്ക്. ഒരു പുള്ളേനെ പിന്നെ വേറൊരു പുള്ളേനെ കാണാണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹരിനെയും കാണാണ്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി വേറെ എന്തെങ്കിലും വേറെ സ്ഥലത്തോടൊന്നും പോകാനില്ല, ലെയറിലായിട്ട് മാത്രമേ പോകാനേ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ലെയറിൽ ഇവൻ്റെ വീട് തുറന്നിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റുമായിരുന്നു, ലോക്കായിരുന്നു. നമ്മൾ തുറന്നിട്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്തായിട്ട് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് വേറെ എന്താ സീനെന്ന് അറിയില്ല. ഇവിടെ ഡോറുണ്ട്, ഡോർ തുറന്നോക്കാം ഗൈസ്. ഇതേ ഇവിടെ എന്താണ് സീൻ നടക്കണേണ്, വലിയ സീൻ നടക്കണേണ്. ഇതേ നമ്മുടെ മച്ചാനതേ ഇവിടെ പാവ പോലെ ഡോള് പോലെ ആക്കി വെച്ചേക്കണ്ട ഗൈസ്. ഇതേ അവൻ്റെ കൈയൊക്കെ കെട്ടി അവൻ്റെ മോറിൽ തൂക്കി വെച്ചേക്കണ തന്നെ. അവൻ്റെ കണ്ണനങ്ങുണ്ട് ഗൈസ്. ഇവന് ഒച്ചപ്പാണ്ടാക്കി പാളി ചാമരെ ഗൈസ്. നമ്മുടെ ഗെയിം ഇവിടെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തതിന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തതിൽ സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം.